എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചു. നിങ്ങളും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് റൈസൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പോയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട്. അത് നമ്മൾ അതായത് ഒരു മിക്സ് പൗഡർ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ അവസാനം ആഡ് ചെയ്യാം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ടോട്ടൽ. അതായത് ഫ്രൈ ചെയ്യേണ്ട ടൈം മാത്രമേ വേണ്ടൂ നമുക്ക്. അതിനായിട്ട് തണുത്ത വെള്ളവും പിന്നെ ഞാൻ ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കുറേ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അത് സക്സസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ആവശ്യത്തിനുള്ള ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ മുക്കുക. ഞാൻ ഓരോന്ന് മുക്കുന്നതിന് പകരം എല്ലാം കൂടെ ഇടുക ചെയ്തത്. എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ പൗഡറിൽ ഓൾറെഡി ഉപ്പും ഇച്ചിരി സ്പൈസിയൊക്കെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് വാട്ടറിൽ ഇടാം. ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ചിക്കനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഐസ് വാട്ടറിൽ നിന്ന് ഓരോന്നോരോന്നെടുത്തിട്ട് ഈ പൗഡറിൽ നല്ലപോലെ കോട്ട് ചെയ്യണം. ഈ ചിക്കൻ നന്നായിട്ട് പൗഡറിൽ നമ്മൾ പൊതിഞ്ഞ് വെക്കണം. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യണം. ഈ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിങ്കിൾസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ്റെ പുറത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് എടുത്തിട്ട് വെറുതെ നമ്മളെടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരു ഇതുണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പിന്നെ ടാപ്പ് ചെയ്തിടുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒറിജിനൽ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു കാണാനുള്ള ഒരു ഭംഗിയും കിട്ടും, കഴിക്കാനുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവും. ആ ക്രിസ്പി ആയിട്ട് അങ്ങനെ റിങ്കിൾസൊക്കെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരൊറ്റ മിക്സ് മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇച്ചിരി വെള്ളം, വേറെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. 10-15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഗസ്റ്റ് വീട്ടിലാരെങ്കിലുമൊക്കെ വരുവാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് വല്ല ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഇത് വാങ്ങിച്ച് വെച്ചാൽ മതി. ഒരു പാക്ക് വാങ്ങിച്ച് വെച്ചാൽ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ആവശ്യമുള്ള പൊടി ഇപ്പം ഞങ്ങളിപ്പോൾ അത് എടുത്തതിൻ്റെ ബാലൻസ് പിന്നെയും ബാക്കി വെച്ചേക്കും. എനിക്ക് തോന്നുന്നു ഇനിയും ഒത്തിരി ഉണ്ടാക്കാം. ആ പാക്കറ്റിന് വന്നിട്ട് ഒരു 104 അങ്ങനെ എന്തോ ഉള്ളൂ, 104-105 രൂപ എങ്ങാണ്ട് ഉള്ളൂ അതിന്. അപ്പോൾ ഇങ്ങനെ എത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കണ്ടോ, ഇങ്ങനെ വരണം. ഈ ഒരു റിങ്കിൾസ് കറക്റ്റായിട്ട് ഇതുപോലെ വന്നെങ്കിൽ നമുക്കതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഭംഗിയുണ്ടാവുള്ളൂ. ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ഫോട്ടോ കാണിച്ചു തരാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് മൊത്തം ഒരു 10-15 മിനിറ്റോ. അതിൻ്റെ ബാക്കിൽ അവർ അങ്ങനെ ചെയ്തേക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നുണ്ട് അവർ. 10-15 മിനിറ്റ് മതി എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ചെയ്തിട്ടോ. സൂപ്പറാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം. ഇതാണ് സംഭവം. ആകെ 15 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ ബൈ.